സോ ഫൈനലി നമ്മൾ നത്തിങ് 4B അതെ ABCD വെച്ചാണ് അവർ പോകുന്നത്. നത്തിങ് 4B കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അൺബോക്സ് ചെയ്യുമെന്ന്. ഇല്ല, ഇതിനകത്ത് എന്തില്ല, ചാർജറില്ലാത്ത ഫോൺ നമ്മൾ എന്ത് ചെയ്യില്ല, അൺബോക്സ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, കവറുണ്ട് കേട്ടോ. കവറുണ്ട് കേട്ടോ. കവറും കേബിളും സിം ഇജക്ടർ ടൂളും അത്രേ ഉള്ളൂ. അത് എടുത്തു കാണിക്കാനുള്ള ഒരു സംവിധാനമൊന്നുമില്ല. ചാർജർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്യും. ദാറ്റ്സ് മൈ വേർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിനെ അത്യാവശ്യം കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്തു. ആൻഡ് ആ ഒരു ടെസ്റ്റ് ചെയ്ത റിവ്യൂ ആണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ്. അതേ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ റിവ്യൂ യൂണിറ്റ്. ആൻഡ് മൈ ഒപ്പീനിയൻസ് ആർ മൈ ഓൺ ഒപ്പീനിയൻസ്. അതെ, സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയൊന്നുമല്ല. എനിവേ, സോ ബിൽഡ് ആൻഡ് ഡിസൈൻ. അതെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ. ആക്ച്വലി ഐ ലവ് ദ ഡിസൈൻ. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടൊക്കെ ഒരു ഐഫോൺ ഒരു വൈബൊക്കെ അടിക്കും, സ്വാഭാവികം. കാരണം ഐഫോൺ 17 Pro Maxൻ്റെ ഒരു ഞാൻ ആ ഒരു രീതിയിൽ എന്താ പറയുക, ക്ലിയർ കോപ്പി എന്നല്ല, കാരണം ആ ഒരു സെക്ഷൻ ഡിവിഷൻ ഉണ്ട്. അതായത് ഇത്ര സെക്ഷൻ ക്യാമറയ്ക്കും താഴോട്ട് പ്ലെയിൻ, ആ ഒരു പാറ്റേൺ ആണ്. സോ ബേസിക്കലി അകലെ എന്നൊക്കെ കണ്ടാൽ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം, ഓ ഐഫോൺ ആണ്, പക്ഷെ അല്ല. ആൻഡ് ദ ക്യാമറ അറേഞ്ച്മെൻറ്റ് ഈസ് ഗുഡ്. ആൻഡ് ആക്ച്വലി ഐ ലവ് ദ ഡിസൈൻ. ഇതിപ്പം ഇറ്റ്സ് ബെറ്റർ ദാൻ ഐഫോൺ ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, ഡിസൈൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ ദർ ലൈറ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് അവർ എടുത്ത് കളയുന്നില്ല, അവർ ചെറുതായിട്ടൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഓഡിയോ ഗെയിൻ്റെ ഒക്കെ സാധനം, നിങ്ങൾ ഈ മറ്റേ പരിപാടിക്കൊക്കെ ഓഡിയോ ഡിവൈസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം മൈക്ക് സംസാരിക്കാൻ നേരത്ത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും, ഫ്രീക്വൻസി കാണിക്കുന്ന സാധനം. അപ്പോൾ അതേപോലെയൊക്കെയാണ് ഇതിൻ്റെ LED ഇൻഡിക്കേറ്റർ ഇരിക്കുന്നത്. എനിവേ, ആൻഡ് ഡിസൈൻ ഈസ് ജസ്റ്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യമായിട്ട്. അങ്ങനെ ഞാനൊരു ഡിസൈനിൻ്റെ ഫാനല്ല, ബട്ട് എനിക്കിതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് കളറാണ് നമ്മൾ മേടിച്ചത്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് പ്രിറ്റി പ്രീമിയം സെറ്റപ്പൊക്കെയാണ്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, കൈ ഹോൾഡ് ചെയ്യാൻ നൈസാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഒരു ഹെവിയർ സൈഡിലുള്ള ഫോണായിട്ട് തോന്നുന്നു. 8.6 mm തിക്നെസ് ഉണ്ട്. 210 ഗ്രാമാണ് വെയിറ്റ്. അതെ, ഇപ്പോൾ ഹെവിയർ ഫോണാണ്. 210 ഗ്രാമാണ് വെയിറ്റ്. പക്ഷേ ആ ഒരു ബോക്സി കൈൻഡ് ഓഫ് ഡിസൈൻ, ആ നത്തിങ്ങിൻ്റെ ആ ഒരു എസ്തെറ്റിക്സ് എല്ലാം ഉണ്ട്, നത്തിങ്ങിൻ്റെ ഒരു സംവിധാനം എല്ലാം ഉണ്ട്. ആൻഡ് സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. കാരണം ബെസൽസ് നിങ്ങൾ നോക്കിയാൽ മതി, കമ്പാരിറ്റീവ്ലി 3A അല്ലെങ്കിൽ 4A ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെസൽസ് കുറച്ച് കൂടുതലാണ്. അവർ ആ ഫ്ലെക്സിബിൾ ആമലോഡ് തന്നെ ആയിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ഒരു ചിപ്പ് സെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം അവിടെ എന്തോ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ ഇറ്റ്സ് ഗുഡ്. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡ് വോളിയം റോക്കേഴ്സ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. താഴത്തേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ സിം സ്ലോട്ട് ഉണ്ട്, അതായത് ഡുവൽ സിം സ്ലോട്ട്, ടൈപ്പ് സി പോർട്ട് ആൻഡ് സ്പീക്കർ ഗ്രിൽ. ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ എസെൻഷ്യൽ സ്പേസ് അല്ലെ എസെൻഷ്യൽ ബട്ടൺ ഉണ്ട്. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, ഓഫ് കോഴ്സ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഒരു വെന്റ്. അടുത്തത് നമുക്ക് ഒരു ഫോണിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാം. ആൻഡ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം ലൗഡാണ്. ക്വാളിറ്റി ഈസ് ഗുഡ്. ക്വാളിറ്റി എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അടുത്താണ് നമുക്ക് ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഫേസ് അൺലോക്ക്. ഫേസ് അൺലോക്ക് ഈസ് ഫൈൻ. ഇനി ഫിംഗർ പ്രിൻറ്റ്. ജസ്റ്റ് ഫാസ്റ്റ്, രണ്ടും ഫാസ്റ്റാണ്, ഒരു ഇഷ്യൂസും തോന്നുന്നില്ല. അടുത്താണ് നമുക്ക് ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. 6.77 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ്, 600 നിറ്റ്സിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. ആൻഡ് ഡ്രാഗൺ ടെയിൽ പ്രോ ഗ്ലാസ് ആണ് ഇതിനകത്തുള്ളത്. അതെ, ഡ്രാഗന്റെ വൈൽഡ് ഗ്ലാസ്. അതെ, ആൻഡ് ഡിസ്പ്ലേ ഈസ് ഗുഡ്. 120 Hz കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. ഞാൻ പറയില്ല, വളരെ കുറച്ച് ഫോൺസ് മാത്രമേ എനിക്ക് ഈ 120 Hzന്റെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡ് നത്തിങ്ങാണ്. നത്തിങ്ങിൻ്റെ മിക്ക ഫോണിൻ്റെയും ഈ ഹേർട്സിൻ്റെ ആ ഒരു ബാലൻസിങ് ഉള്ളു, ഓട്ടോയിലിട്ട് വർക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇറ്റ്സ് ഗുഡ്. കാരണം അവരുടെ ഒപ്റ്റിമൈസേഷൻ്റെ ഗുണമാണ്. ഓട്ടോയിലിട്ടാലും നമുക്ക് ഒരു രീതിയിലുള്ള ഹാങ്ങോ ലാഗോ ഒന്നും തോന്നുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റട്ടറിങ് പോലും ഞാൻ ഫേസ് ചെയ്തില്ല. സോ റിഫ്രഷ് റേറ്റ് ഈസ് ഗുഡ്. ആൻഡ് ഓൾസോ AMOLED ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേയുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അതായത് പഞ്ചിയർ കളേഴ്സ്, ഡീപ് ബ്ലാക്സ്. ആൻഡ് ഡിസ്പ്ലേ ഈസ് ഗുഡ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു കോസ്റ്റ് കട്ടിങ് ഉണ്ട്. അത് പറയും, യു നോ ദാറ്റ് ബട്ട് യു ക്യാൻ പ്രൂവ് ഇറ്റ്.
ആ ഒരു സെറ്റപ്പാണ്. എന്താ പറയുക, ഇതിനേലും മികച്ച ഡിസ്പ്ലേകൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പ്രൈസ് 31,000 ആണ്. അതുമല്ല 31,000 സ്പെസിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന ഒരു ഇത് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 22, മാക്സിമം 21 ഈ റേഞ്ചിലൊക്കെ ഈ ഫോണൊക്കെ നിൽക്കുള്ളൂ. നത്തിങ്ങിൻ്റെ ബ്രാൻഡോടെ വെച്ചൊരു 22 ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡിസ്പ്ലേ ഇസ് ഫൈൻ ഫോർ ദിസ്. ഈ ഒരു സമയത്തേക്ക് ഇതൊരു കൺസിഡറബിൾ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കൺസിഡറബിളും അല്ല, ഈ ബെസ്റ്റ് ഓപ്ഷനാണ്. എനിവേ ഡിസ്പ്ലേ ഇസ് ഫൈൻ. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ 120 ഹെർട്സും ഫൈനാണ്. ഇനി ബ്രൈറ്റ്നെസ് അത്യാവശ്യം നല്ലതാണ്. അതായത് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ലതാണ്. സൺലൈറ്റിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിസിബിൾ ആയിട്ട് നിൽക്കുക. അത്യാവശ്യം ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. വലിയ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് തോന്നാനില്ല. സോ ആൻഡ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇറ്റ്സ് ഗുഡ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. Qualcomm Snapdragon 6 Gen 4 ചിപ്സെറ്റ് ആണ്. LPDDR4X UFS 2.2ൻ്റെ സപ്പോർട്ടാണ്. ബെഞ്ച് മാർക്ക് സ്കോർസ് നോക്കിക്കഴിഞ്ഞാൽ 9,57,454 AnTuTu സ്കോർ. അതെ. ഇനി ഗീഗ്ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 1081 സിംഗിൾ കോർ സ്കോർ, 3181 3181 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൻ്റെ ത്രോട്ടിലിംഗ് ടെസ്റ്റ് എനിക്ക് 92% സ്റ്റെബിലിറ്റി, 15 മിനിറ്റ്സിൻ്റെ ടെസ്റ്റിൽ എനിക്ക് 95% സ്റ്റെബിലിറ്റി ആണുള്ളത്. ഇനി നമുക്ക് ഈ പറഞ്ഞതെല്ലാം വെച്ചുള്ള കാര്യത്തിലേക്ക് വരാം. അതായത് ഡേ ടു ഡേ പെർഫോമൻസ് എങ്ങനെയുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, 6 Gen 4 കഴിഞ്ഞ വർഷം 20,000 താഴെ കിട്ടിക്കൊണ്ടിരുന്ന ഫോണുകളിൽ ഉണ്ടായിരുന്ന ചിപ്സെറ്റാണ്. ലൈക്ക് റിയൽമി P3, Oppo K13 ഇപ്പോഴും റെലവൻ്റ് ആയിട്ടൊരു ഫോണാണ്. അന്നും ആ 2 ഫോണിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേബിൾ ചിപ്സെറ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഫുൾ പച്ചയാണ് ത്രോട്ടിലിംഗ് ടെസ്റ്റിൽ. ഹീറ്റിംഗ് അധികമൊന്നും വന്നില്ല. പെർഫോമൻസ് ഈസ് വെരി ഗുഡ്. ഒരു നോർമൽ യൂസറാണ് ഇത് 6 Gen 4 ആണോ എന്ന്, അതായത് 6 സീരീസ് അല്ലെങ്കിൽ 6 Gen സീരീസ് ചിപ്സെറ്റ് ആണ്, അതിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്ക് തോന്നത്തില്ല. അതായത് നിങ്ങളിതൊരു 7 Gen ചിപ്സെറ്റ് ആയിട്ട് ഒരു ഡേ ടു ഡേ യൂസർ, നോർമൽ യൂസർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററലി വലിയ ഒരു ഡിഫറൻസും കാണില്ല. അത് പ്രധാനമായിട്ട് ഇവരുടെ ഒപ്റ്റിമൈസേഷൻ പോലെ ഇരിക്കും. അത് നന്നായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല കൂടിയ പവർഫുൾ ചിപ്സെറ്റ് എന്നിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന വളരെ തോൽവിയായിട്ട് നിൽക്കാനും പറ്റും. അത് പോസിബിൾ ആണ്. അപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസ് ഒരു ഇഷ്യൂ ഞാൻ കണ്ടില്ല. ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം, ഇത് വളരെ സ്മൂത്താണ്, ബട്ടറി സ്മൂത്ത് സാധനമാണ് ഫോൺ. പടപടാന്ന് എല്ലാ കാര്യങ്ങളും വരുന്നത്. അത്രയ്ക്കും UI ഭയങ്കര റെസ്പോൺസീവാണ്. ഒരു ആപ്പ് ക്ലോസ് ചെയ്യുന്നു, പടപടാന്ന് ഇങ്ങനെ ക്ലോസ് ആവുന്നു, ഓഫ് ആവുന്നു, ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു. വളരെ സുഖമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു നോർമൽ യൂസറിന് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, ചെറിയ വീഡിയോ എഡിറ്റിങ്, ഇങ്ങനെയൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. ഈ ഒരു ഫോൺ 7 Gen സീരീസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ നോർമൽ യൂസർ പെർസ്പെക്റ്റീവിലാണ്. ഇനി ഗെയിമിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിൽ BGMI നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ്, അതായത് 120 FPS കളിക്കാം. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗെയിമിംഗ് ഫോൺ. കളിക്കാം, പക്ഷേ ഒരു 3 hours 2 hours ഒക്കെ കളിക്കാം, കുഴപ്പമില്ല. പക്ഷേ കുറേ നേരം കളിച്ച് എന്താ പറയുക, ഒരു ഗെയിമിംഗ് ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിമിംഗ് ഫോൺസ് കിട്ടും കേട്ടോ. കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് ഉള്ള ഫോൺസ് ഉണ്ട്, ലൈക്ക് Oppo K13 Turbo. ഈ ഒരു സെയിൽ പെർസ്പെക്റ്റീവിൽ അതൊക്കെ നോക്കാം. അതിലേക്ക് പിന്നെ 7 Gen 4 കിട്ടുന്നുണ്ട്, 7S Gen 4 കിട്ടുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി കൺസിഡറബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്, കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ 6 Gen 4 ഇവർ വെച്ചു. 31,000 രൂപയ്ക്ക് 6 Gen 4 ആക്ച്വലി ഒരു അക്സെപ്റ്റബിൾ ചോയ്സ് അല്ല. പക്ഷേ ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു നോർമൽ യൂസറിന് ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ ബെറ്റർ ചിപ്സെറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐ മീൻ ഹാർഡ്വെയറിൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്നുണ്ട്, ഇത് പോരാന്ന് പറയണമെന്നുണ്ട്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല. അതായത് ഓൺ പേപ്പർ അത് പോരാ, പക്ഷേ അത് പെർഫോമൻസിലുണ്ടോ ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തരത്തില്ല, ഉണ്ട്. സോ പെർഫോമൻസ് ഇസ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ ഫോർ മീ. അതാണ്. ഇനി ഗെയിമിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഗെയിമിങ് ഞാൻ പറഞ്ഞ പോലെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഗെയിം ചെയ്യാം. ഹീറ്റിംഗ് ഒന്നും വലിയ രീതിയിൽ ഞാൻ അനുഭവപ്പെട്ടില്ല. ചെറിയൊരു വാമാവുന്നുണ്ട്, വലിയൊരു മേജർ ഹീറ്റിംഗ് ഒന്നുമില്ല. വളരെ സ്റ്റേബിൾ ചിപ്സെറ്റാണ്. ഇത് പോയല്ലോ എന്ന് അവർക്ക് ഒരു സങ്കടം. കാരണം ഇനി കമ്പനികൾ ഇറക്കത്തില്ല. ബുദ്ധിപരമായ 7300 7400 ഡിമെൻസിറ്റിയിലേക്ക് പോകും. കിട്ടില്ല ചിപ്സെറ്റ്. ആകെ 3-4 ഫോൺസ് ഇറങ്ങിയിട്ടുള്ളൂ. അതൊരു ഭയങ്കര സങ്കടം. കിട്ടില്ല ചിപ്സെറ്റായിരുന്നു, പറയാൻ വാക്കുകൾ. ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ സാംസങ് ആണ്. ഒരു 1-2 വർഷം കഴിയുമ്പോൾ സാംസങ് ഒരു M സീരീസ് ഫോണുമായിട്ട് വന്നിട്ട് 6 Gen 4 ഇറക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഇപ്പം M47 6 Gen 3 വന്നിട്ടുണ്ട്, എന്നാലും 4 ഇറക്കത്തില്ല, അറിയാം. അപ്പോൾ പെർഫോമൻസ് ഇസ് ജസ്റ്റ് ഗുഡ്. ഞാൻ കുറേ പറഞ്ഞിരിക്കുന്നത് അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, വേറെ ഇഷ്യൂസും തോന്നി. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. 50 MP പ്രൈമറി, 8 MP അൾട്രാവൈഡ് ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ 16 MP ഒരു സെൽഫി ക്യാമറയാണുള്ളത്. ഇനി ഫോട്ടോസ് എങ്ങനെയുണ്ട്? ഡേ ലൈറ്റ് എന്ന് പറയാൻ സണ്ണ് വരണം. അപ്പം അളിയൻ വല്ലപ്പോഴാണ് വരുന്നത് കൊണ്ട് ഞാൻ എന്നാ പറയാ, ഡേ ലൈറ്റ് രാവിലെയിൽ കാർമേഘങ്ങളോട് കൂടെ ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഡീസൻറ്റ് ഫോട്ടോസ്, ഡീസൻ്റ് അല്ല, ഒരു ഗുഡ് ലെവൽ ഫോട്ടോസാണ്. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്,
ഗുഡ് കഴിഞ്ഞ് വെരി ഗുഡ് എക്സലൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഒരു ഇറ്റ്സ് ആക്ച്വലി ബിറ്റ്വീൻ ഡീസൻറ്റ് ആൻഡ് ഗുഡ്. ഒരു ഗുഡ് എന്ന് പറഞ്ഞോ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. നാച്ചുറൽ കളേഴ്സാണ്. ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നോർമൽ, അൾട്രാ വൈഡ് ആൻഡ് 50 മെഗാ പിക്സലാണ്. ആൻഡ് സ്കൈ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കളേഴ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വലിയ സാച്ചുറേറ്റഡ് കളേഴ്സ് അല്ല, വളരെ സട്ടിലായിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞില്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ ഉള്ളൊരു കളർ ടോണാണ്. അതായത് ഐ പ്ലീസിങ്, കണ്ണുകൾക്ക് നല്ല മിന്നിത്തിളങ്ങുന്ന സംവിധാനമൊന്നുമല്ല. പച്ചപ്പ് ഞാൻ പറഞ്ഞല്ലോ, പച്ചപ്പും ഹരിതാവും ഒക്കെ അങ്ങ് പച്ചപ്പും ഹരിതാവുമായിട്ട് അങ്ങ് കാണിക്കുന്നില്ല. നമ്മൾ കാണുന്നത് എന്താണോ ആ ഒരു നാച്ചുറൽ ടിൻ്റാണ് ഇത് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്, കൂടുതൽ ഫോളോ ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പം ആ ഒരു ലെവലിലുള്ള ഫോട്ടോസാണ് എനിക്ക് പേഴ്സണലി ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഭയങ്കര നാച്ചുറൽ ഫോട്ടോസ് ആയിട്ടാണ് തോന്നിയത്. ഗുഡ് ഫോട്ടോസ് ഞാൻ പറയും, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഈ ഒരു ഫോണിന്റെ ക്യാമറ നല്ലതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനിയിപ്പോൾ പോർട്രേറ്റ് ഫോട്ടോസ് ആണ് നോക്കുന്നത്. പോർട്രേറ്റ് ഫോട്ടോ വളരെ ക്ലോസ് ഒബ്ജക്റ്റിലേക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം ബ്ലറും കാര്യങ്ങളൊക്കെ നൈസാണ്. ഫോക്കസ് ഹണ്ടിങ് വളരെ റെയറായിട്ട് അനുഭവപ്പെട്ടു. ചില സമയത്ത് ഞാൻ ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ചില സമയത്ത് കിട്ടുന്നില്ല. ഫോക്കസ് ഹണ്ടിങ് ഞാൻ റെയർലി കണ്ടു. ഫോക്കസ് ആയി കഴിഞ്ഞാൽ നല്ലതാണ്. ഫോക്കസ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോർട്രേറ്റ് ഫോട്ടോസ്, സ്മോൾ ഒബ്ജക്ട്സിന്റെ ഫോട്ടോസ് എടുക്കാനും അതിന്റെ ബ്ലറും കാര്യങ്ങളും കളേഴ്സ് എല്ലാം അത്യാവശ്യം നൈസാണ്. അതും എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. സോ ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ലുക്സ് ഫൈൻ, ഒരു കുഴപ്പമില്ല. ഇനി ഹ്യൂമൻ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കിയാൽ, ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ സ്കിൻ ടോണിലെ പറയുകയാണെങ്കിൽ സ്കിൻ ടോൺ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു വലിയൊരു എന്താ പറയുക ലൈറ്റ് മാനേജ്മെന്റ് ആണ് നല്ലതാണ്. പിന്നെ ഒരു സ്കിൻ ടോൺ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. സ്കിൻ ടോൺ എൻ്റെ ഒരു സ്കിൻ ടോണിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്, ചെറിയൊരു സ്ലൈറ്റ് വൈറ്റനിങ് എന്ന് വേണേൽ പറയാം. പക്ഷേ എന്നാലും ഓവറോൾ എനിക്ക് പേഴ്സണലി വലിയ പ്രശ്നം ഒരു ചൈനീസ് ബ്രാൻഡുകൾ പോലെ വേളിപ്പിച്ച് അങ്ങനെ ആക്കുന്നൊന്നുമില്ല. പിന്നെ ചില ഫോട്ടോസിൽ ഷാർപ്നെസ് ഇങ്ങനെ കുറവാണ്, അത് സത്യമാണ്. പക്ഷേ എനിക്ക് ഓവറോൾ വലിയ പ്രശ്നം തോന്നില്ല. ഹ്യൂമൻ ഫോട്ടോസും ഇറ്റ്സ് ആക്ച്വലി ഡീസൻറ്റ് ഫോട്ടോസ്. ഞാൻ ഗുഡ് ലെവൽ എന്ന് പറയുന്നില്ല, ഒരു ഡീസൻറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോസ്. ബ്ലറും കാര്യങ്ങളൊക്കെ ഫൈനാണ്. ബ്ലറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെയിൻ. ഇവരുടെ 2x ആണെങ്കിലും 1x ആണെങ്കിലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാത്ത അത്യാവശ്യം നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പോർട്രേറ്റ് ആണെങ്കിലും. സോ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. അടുത്തായിട്ട് ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം യൂസബിൾ നൈറ്റ് ഫോട്ടോസ് കിട്ടും. ഡീസൻറ്റ് ഗുഡ് ലെവൽ നൈറ്റ് ഫോട്ടോസ് കിട്ടും. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് അങ്ങനെയാണ്. അതായത് ഒരു ഫോൺ നമ്മൾ ക്യാപ്ചർ ചെയ്തൊരു 5 to 10 seconds എടുക്കും. ഇപ്പം ഡേ ലൈറ്റിലാണെങ്കിൽ ഒരു 10 seconds ഒക്കെ എടുക്കാറുണ്ട് പ്രോസസ്സായി വരാൻ. അതുകൊണ്ട് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അതിന് പെട്ടെന്ന് തന്നെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് കിട്ടണമെന്നില്ല. പ്രോസസ്സിങ് ടൈം ഉണ്ട്, അത് ഒപ്റ്റിമൈസ് ചെയ്ത് റെഡിയാക്കാൻ പറ്റുവാണോ എന്ന് എനിക്കറിയില്ല. സോ ആ ഒരു സംഭവമുണ്ട് 5 to 10 seconds. അപ്പോൾ നൈറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നൈറ്റ് ഫോട്ടോസ്. അതായത് ലൈറ്റ് മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, അതായത് എന്താ പറയുക, നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി പ്രോസസ്സ് ചെയ്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ നൈറ്റ് ഫോട്ടോസും നിങ്ങൾക്ക് യൂസബിൾ നൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ഡീസൻറ്റ് ലെവൽ നൈറ്റ് ഫോട്ടോസും കിട്ടും. വേറെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. ഇനി സെൽഫി ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ സെൽഫി ഫോട്ടോസും അത്യാവശ്യം നൈസാണ്. സ്കിൻ ടോണൊക്കെ ആണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ഡീസെൻറ്റ് ആവറേജ് ഡീസെൻറ്റ് സ്കിൻ ടോൺ. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്. ബാക്ക് ക്യാമറ പോലെ എനിക്ക് ഫ്രണ്ട് ക്യാമറയുടെ സ്കിൻ ടോൺ പറയാനില്ല. പക്ഷേ എന്നാലും യൂസബിൾ ഫോട്ടോസ് കിട്ടും. ലൈറ്റ് മാനേജ്മെൻറ്റ് വലിയ പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിനെതിരെ പോയി നിന്നാലും ലൈറ്റ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നു. സോ എനിക്ക് സെൽഫി ക്യാമറയിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഫൈൻ, ഇറ്റ്സ് ഒരു ഡീസെൻറ്റ് സെൽഫി ക്യാമറ എന്നേ പറയാനും, വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് റെയർലി 4K 30 FPS ഉണ്ട്. 4K 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. സോ ഇതാണ് നത്തിങ് ഫോൺ 4B എന്നുള്ള 4K 30 FPS വീഡിയോ ഫുട്ടേജ്. ആൻഡ് സ്റ്റെബിലൈസേഷൻ നമുക്കുണ്ട്. ആൻഡ് ദ ഫുട്ടേജ് ലുക്സ് ഫൈൻ. ഈവൻ എന്താ പറയുക ലൈറ്റ് ബാലൻസിങ് ആണെങ്കിലും ആ ഒരു എക്സ്പോഷർ കൺട്രോളിങ്ങും പിന്നെ സ്റ്റെബിലൈസേഷനൊക്കെ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. 4Kയുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ കളേഴ്സൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. സോ ഇറ്റ്സ് ആക്ച്വലി ഡീസൻറ്റ് ഗുഡ് ലെവൽ വീഡിയോ ക്യാമറ എന്ന് പറയുന്നത് 4Kയുടെ കാര്യത്തിൽ. ഫ്രണ്ടിലേക്ക് നോക്കാൻ നമുക്ക് 1080p 30 FPS ഉള്ളൂ, വിച്ച് ഈസ് ബാഡ്. 4K തന്നിട്ടില്ല. അതൊക്കെ ചോദിക്കുന്നത് തന്നെ വലിയ മഹാഭാവമായിട്ടായിരിക്കും ബ്രാൻഡുകൾ കരുതുന്നത്. പക്ഷേ ഞാൻ ചോദിക്കും തന്നിട്ടില്ല 4K. സോ 1080p ഉള്ളൂ. സോ ഇതാണ് നത്തിങ് ഫോൺ 4B എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്. 1080p 30 and 60 ഉണ്ട്. ആൻഡ് 4K ഇല്ല. ഓഫ് കോഴ്സ് പ്രഡിക്റ്റബിൾ ആണ്. ആൻഡ് സ്റ്റെബിലൈസേഷൻ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ആൻഡ് ഫുട്ടേജ് ഈസ് ആവറേജ്, വേറെ ഒന്നും എടുത്തു പറയില്ല. 1080p ഉള്ളൂ, ആവറേജ്. സ്റ്റെബിലൈസേഷൻ ഈസ് ഓക്കെ. ക്യാമറയെ പറ്റി ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡീസൻറ്റിനും ഗുഡിനും ഇടയിലാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് ഗുഡ് റേഞ്ച് എന്ന് വേണേൽ പറയാം. 31,000 ആണ് നിങ്ങൾ ഇതിന് കൊടുക്കുന്നത്. സോ 31,000 ഇതൊരു ഗുഡ് ഡീസൻറ്റ് ലെവൽ ക്യാമറ എന്നേ പറയാനുള്ളൂ. അതിൻ്റെ മേളിലോട്ട് പറയാം, ഗുഡിൻ്റെ മേളിലോട്ടൊന്നും പറയാനില്ല.
ഗുഡ് ടു ഡീസെൻറ്റ് ടു ഗുഡ് ലെവൽ എന്നേ പറയാനുള്ളൂ. ആൻഡ് ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ 30,000 ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സജസ്റ്റഡ്. അതായത് മോട്ടോറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ 60 ഫ്യൂഷൻ ഒക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ ഇതും സജസ്റ്റബിൾ ആണ്. അതിൻ്റെ ക്യാമറ പ്രോസസ്സിംഗ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ഒന്ന് അതിൻ്റെ സാച്ചുറേറ്റഡ് കളേഴ്സാണ്, പിന്നെ സ്കിൻ ടോൺ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ബെറ്റർ മോട്ടോറോളയുടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പ്രോസസ്സിങ്ങും കുറച്ചുകൂടെ സ്പീഡാണ്. സോ പക്ഷേ ഇതും കുഴപ്പമില്ല. ലൈറ്റ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കാനും കുഴപ്പമൊന്നുമില്ല. ഈവൻ ഹ്യൂമൻ സബ്ജക്ട്സ് മാത്രമേ ഹ്യൂമൻ സബ്ജക്ട്സും പിന്നെ ഈ പറഞ്ഞ സെൽഫിയും മാത്രമേ എനിക്ക് ചെറിയൊരു ഡൗൺ സൈഡ് ഉള്ളൂ. ബാക്കി ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം നൈസാണ്. സോ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതൊരു കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ ലെവൽ, അതായത് ഐഫോൺ ലെവൽ ക്യാമറ അല്ലെങ്കിൽ 31 രൂപയ്ക്കുള്ള ക്യാമറ എന്നൊക്കെ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് പാപമാണല്ലോ, കഴിഞ്ഞ വർഷം വരെ പറയായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഡീസെൻറ്റ് ടു ഗുഡ് ലെവൽ ക്യാമറ. എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ഫോണിൻ്റെ കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു സ്ട്രോങ് പോയിന്റും കൂടാണ് ക്യാമറ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടും. നത്തിങ്ങിൻ്റെ പ്രോസസ്സിംഗ് ആക്ച്വലി നല്ലതാണ്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കാം. നത്തിങ് OS 4.1 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16 ആണ്. ആൻഡ് സോഫ്റ്റ്വെയറിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ, വേറെ ലെവൽ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ശരിയാണ്, ചൈനീസ് ബ്രാൻഡ്സ് പോലെ ഇഷ്ടം പോലെ കുത്തിക്കയറ്റി കസ്റ്റമൈസേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇറ്റ്സ് വെരി ക്ലീൻ. പിന്നെ ബ്ലോട്ട്വെയർസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു 3-4 യൂസബിൾ ബ്ലോട്ട്വെയർസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവരുടെ സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനിഷ്യൽ സെറ്റപ്പിൽ വന്ന് ഞാനത് ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ഫേസ് ചെയ്യില്ല. അത് ഓഫ് ചെയ്യുക. റെക്കമെൻഡേഷൻ ഫ്രം നത്തിങ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അത് മേ ബി ആഡ്സ്, ചെറിയ ആഡ്സ് ഒക്കെ കാണിക്കാനാവാം. അപ്പം അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്യൂ വരത്തില്ല. ശരിയാണ്, നത്തിങ് മോട്ടോറോളയൊക്കെ ഈ പറഞ്ഞ സംവിധാനം കുത്തിക്കയറ്റുന്നുണ്ട്. ബ്ലോട്ട്വെയർസും പരിപാടിയൊക്കെ കുത്തിക്കയറ്റുന്നുണ്ട്. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ തുടരുന്നില്ല, അതാണ്. പക്ഷേ അതപ്പതിച്ചിട്ടൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 10% ഡാമേജേ ഉള്ളൂ. 90% ഇറ്റ്സ് ഫൈൻ. ഇനി അത് ഡാമേജ് കൂടുമെന്ന് എനിക്കറിയില്ല. ആൻഡ് സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. ഇതിനകത്ത് വേറൊരു കാര്യം, ഇത്രയും നെഗറ്റീവ് ഈ പറഞ്ഞ ബ്ലോട്ടും പിന്നെ ചെറിയ ആഡ്സ് ഉണ്ടെങ്കിൽ പോലും സോഫ്റ്റ്വെയർ ഈസ് ലൈക്ക് വെരി ഗുഡ്. പ്രോസസ്സിങ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റട്ടറിങ്ങോ ലാഗോ അല്ല ആപ്പ് ഓപ്പണിങ്ങിൽ പോലും ഇവ UFS 2.2 ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ്ലി ഒപ്റ്റിമൈസ്. അത് ഇവരെ കൊണ്ട് പറ്റി. അതാണ് എല്ലാ ഫോൺസും അതന്നെ. ചിപ്സെറ്റ് ഏത് വെച്ചാലും താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ ഇറക്കും. അതിൻ്റെ ആ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ഇറക്കും. അത് ഞാൻ പറഞ്ഞത് 31,604 വെച്ചതൊരു നെഗറ്റീവായിട്ട് പറയാമെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്ക് വലിയ ഡിഫറൻസ് തോന്നത്തില്ല കമ്പാരിറ്റീവ്ലി 7th Gen സീരീസുമായിട്ട് നോക്കും. സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്, വെരി ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. അടുത്തത് കണക്ടിവിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 6.0 ആണ്. Wi-Fi 6ൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ആൻഡ് NFC ഉണ്ട്, പക്ഷേ എനിക്കൊന്ന് ഇന്ത്യൻ വേരിയൻറ്റിൽ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത്. റീജിയൻ സ്പെസിഫിക് ആണ്. NFC ഇന്ത്യൻ വേരിയൻറ്റിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് 5G+ കിട്ടുന്നുണ്ട്. അതെ, കരിയർ അഗ്രിഗേഷൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 5G+ ഞാൻ ജിയോയിൽ ടെസ്റ്റ് ചെയ്താണ്, ഇഷ്യൂസ് ഒന്നുമില്ല. കോൾ ക്വാളിറ്റി ഈസ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. ഇനി സെൻസേഴ്സ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഈ ഒരു ഫോണിനകത്തുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. ഇനി ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വരണമെങ്കിൽ 5200 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. അതെ, 5200 mAh, 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. നത്തിങ്ങിൻ്റെ സ്റ്റോറിലോ ആമസോണിലോ അവരുടെ വെബ്സൈറ്റിലോ ഒക്കെ കിട്ടും. പെട്ടിക്കകത്ത് തരത്തില്ല. പറയുന്ന എനിക്കാണ് നാണം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഇതാണ് അവസ്ഥ. അവർക്കോ നാണമില്ല, എത്ര ആയിട്ട് പറയുന്നു. പിന്നെ നമ്മുടെ ചാനലൊന്നും കാണാതെ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇല്ല. എല്ലാ തവണത്തെ പോലെ പ്രതിഷേധം അറിയിക്കുന്നു. അതെ. ആൻഡ് ചാർജിങ് സ്പീഡ്, നോർമൽ ചാർജിങ് കുഴപ്പമില്ല. 5200 ബാറ്ററി പെർസ്പെക്റ്റീവിൽ കോമ്പറ്റീഷൻ വെച്ച് ഭയങ്കര കുറവാട്ടോ. 1 day ബാറ്ററി, 1 above 1 day കുറച്ച്, ഇത്രയൊക്കെ ഉള്ളൂ. ഹെവി യൂസറൊക്കെയാണ് 1 day കൊണ്ട് തന്നെ അന്തരിക്കും. അതെ, അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ ഇങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും പറയാം. സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ആയതുകൊണ്ട് കുറച്ച് ബാറ്ററി കൺസപ്ഷൻ കുറച്ച് ബെറ്റർ ആയിരിക്കും, കുറവായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. ചാർജിങ്ങിലേക്ക് 1.5 hours ഒക്കെ എടുക്കാം. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി ഫൈനലി ഒരു ഫോണിൻ്റെ പ്രൈസിങ് ആൻഡ് കൺക്ലൂഷനിലേക്ക് വരണമെങ്കിൽ 8GB 128GB പ്രൈസ് 34,995 ആണ്. ആൻഡ് 8256ൻ്റെ പ്രൈസ് 38,999 ആണ്. ഈ ഒരു ഫോൺ 31 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ ഫോൺ. അതായത് ഫോർ ദ പ്രൈസ്, ഡിസ്പ്ലേ, ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ കുഴപ്പമില്ല. ഒരു ഓൾറൗണ്ടർ കൈൻഡ് ഓഫ് പാക്ക്. 35 എനിക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ റേറ്റൊക്കെ കൂട്ടി iQ Neo 10 അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അങ്ങനത്തെ ഇതിലൊക്കെ ഫോൺ എടുക്കുന്ന പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആയിരിക്കും. ക്യാമറയും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ മോട്ടോറോയുടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കുക, അതായിരിക്കും ഭേദം. 35 ഇല്ലെന്ന് എനിക്ക് പറയുന്നത്. മീൻസ് പെർഫോമൻസ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നതിനുള്ളൊരു എനിക്ക് തോന്നുന്നില്ല. 31,000 ഈസ് ഫൈൻ. 30,999 ഈസ് ഫോർ ദ മാർക്കറ്റ്. ഈ ഒരു കാലഘട്ടം എല്ലാം വെച്ച് ശരി, ഫൈൻ. 35 എനിക്ക് തോന്നുന്നില്ല. പിന്നെ നത്തിങ് മേടിക്കണം. പിന്നെ ആ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വേറൊരു കാര്യം. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വെച്ച് മാത്രം ഇത് 35 എടുത്താൽ അങ്ങനെ പറയാം, പറയുന്നതിൽ തെറ്റില്ല.
അതിന് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ ഈ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ആ 35 രൂപ മുടക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. കാരണം ബാക്കി കുറേ ഒക്കെ വെച്ച് നോക്കും ഇറ്റ്സ് വേ ബെറ്റർ. ശരി, കസ്റ്റമൈസേഷൻ കുറവാണ് കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ 31-ന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് 6,500 ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് നത്തിങ്ങിൻ്റെ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. 31,000 ഒരു ഓൾറൗണ്ടർ പാക്കേജാണ് നോക്കുന്നെങ്കിലും ഇതും കൺസിഡർ ചെയ്യാൻ ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓവറോൾ എല്ലാം കൂടെ ചേർത്ത് 31-ന് കൊള്ളാം. കാരണം സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മോട്ടോ നെഗിലേക്ക് വരും. അപ്പം അതിലും കുറച്ച് ബെറ്ററാണ് ഇത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 31,000 കിട്ടിയാൽ എടുക്കുക. 35,000 ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ട് വേറെ അതിലൊക്കെ മേടിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കൺസിഡറബിൾ ഓപ്ഷൻ. ഈ ഒരു ഫോൺ സ്ട്രോങ് പോയിന്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് വീക്ക് സൈഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഏറ്റവും വീക്ക് സൈഡ് പ്രൈസാണ്. പിന്നെ ഒരു സ്ലൈറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ക്യാമറ കുറച്ച്, പിന്നെ ബാറ്ററി 5200 ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ ഇതിലൂടെ മേടിക്കുവാണെങ്കിൽ ചാനൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും, ഹെൽപ്പായിരിക്കും. എനിവേ വേറൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടൊരു എല്ലാവർക്കും